ഇരുമ്പൻ പുളി കൊണ്ട് പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പുളിയുടെ രണ്ടറ്റും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം ചേർക്കാതെ ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പം ഈ അടിച്ചെടുത്തത് ഒരു പാനിലോട്ടേക്ക് മാറ്റി കൊടുക്കുക. മിക്സിയിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഗ്യാസിൽ മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് വേവിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് അടിച്ചിട്ട് ഈ പുളിയിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 ആണി ശർക്കര മെൽറ്റ് ചെയ്തതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി, മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ്, അതും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് കുറുകി വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. നല്ലോണം കുറുകി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചെടുക്കുക. അത് നമ്മൾ ഈ പുളിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചൂടാറി കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ ഇതാ കാണിച്ചിരുന്നാൽ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇരുമ്പൻ പുളി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.